ഇന്നലകളിലെ പുലരികളിൽ കേരളം കേട്ട വാർത്ത ഗോവിന്ദജാമിയുടെ ജയിൽ ചാട്ടമാണ്. അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ അല്ലേ? നമുക്കാണ് ഗോവിന്ദൻ ജാമി, ജനൻ ടിവിക്ക് അത് ചാർലി ചാപ്ലിനാണ്. സോറി, ചാർലിൻ തോമസ് ആണ്. ഇത് പറയാതിരിക്കാൻ നിർവാഹമില്ല. കാരണം ഇത് കേവലം ചെറിയൊരു വിഷയമല്ല, ഏറ്റവും ഗുരുതരമായൊരു പ്രശ്നം തന്നെയാണ് നമ്മുടെ സിസ്റ്റത്തിന് സംഭവിച്ചിട്ടുള്ളത്. ഏറ്റവും നല്ല സുരക്ഷാ സംവിധാനമുള്ള കണ്ണൂർ സെൻട്രൽ ജയിൽ. ഗോവിന്ദജാമിയെ തടവിലിട്ടിരിക്കുന്നത് സാധാരണ ജയിലല്ല, കണ്ണൂർ സെൻട്രൽ ജയിലിലെ ഏറ്റവും സുരക്ഷാ സംവിധാനമുള്ള സി ബ്ലോക്കിലാണ്. അവിടെ നിന്നാണ് ഈ സംഭവം നടന്നിട്ടുള്ളത്. സിനിമയെ വെല്ലുന്ന അവിശ്വസനീയമായ രംഗങ്ങളാണ് അവിടെ നടന്നത്. ഒരു കൈയില്ലാത്ത ഗോവിന്ദജാമി ചാടാനുള്ള എല്ലാ പ്രിപ്പറേഷനിലും ഒരുക്കുന്നത് പുലർച്ചെ 1:15-നാണ്. ജയിൽ അധികൃതർ ഇത് അറിയുന്നത് 5:15-നും. ജയിൽ അധികൃതർ പോലീസിൽ അറിയിക്കുന്നത് 7:15-ന്. പോലീസുകാർ ജയിലിലേക്ക് വന്ന് അന്വേഷണം നടത്തുന്നത് 8:15-നാണ് അത്രേ. മാത്രമല്ല CCTV മുഴുവൻ ഓഫാണ്, നിശ്ചലമായിരിക്കുക. മതിലിന്റെ പൊക്കമോ 18 മീറ്ററും. ഒറ്റക്കൈയുള്ള ഗോവിന്ദജാമി സെല്ലിലെ കമ്പി വളച്ച് ഇലക്ട്രിക് ഫെൻസിങ്ങിലെ കറണ്ട് ഓഫാക്കിയിട്ട് തന്റെ കയ്യിലുള്ള തുണികളെല്ലാം കൂട്ടിക്കെട്ടി ഒരു വള്ളിയാക്കി വടം പോലെ ഉപയോഗിച്ചിട്ട് മതിലിലൂടെ താഴ്ന്നിറങ്ങി എന്നാണ് പറയുന്നത്. എന്നാൽ ഈ സംഭവത്തെ ജയിലിൽ 2 കൈയുമുള്ള ഒരാളെ വെച്ച് ഡെമോൺസ്ട്രേഷൻ നടത്തണം. അതിൽ പരാജയപ്പെട്ടു പോയാൽ അയാളെ പിരിച്ചുവിടണം എന്നാണ് അഭിപ്രായം. അതല്ലേ അതിന്റെ ഒരു ഇത്. ജയിൽ ചാട്ടം ഇത് ആദ്യ സംഭവങ്ങളൊന്നുമല്ല. എങ്കിൽ പോലും ഇതിൽ നിന്ന് പഠിക്കാൻ, മനസ്സിലാക്കാൻ ഒരുപാടുണ്ട്. ഉണ്ടക്കൈയും ഉരുൾപൊട്ടലുമെല്ലാം ഗോവിന്ദജാമിയിലൂടെ ഒലിച്ചുപോയിട്ടില്ലല്ലോ അല്ലേ? സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റ് ആയ ആബിദ് അടിവാരം തന്റെ ഫേസ്ബുക്ക് വാളിൽ കുറിച്ച അതേ സംഗതിയാണ് സൂചിപ്പിക്കാനുള്ളത്. സാർ, നമ്മുടെ സിസ്റ്റത്തിന് എന്തൊക്കെയോ തകരാറുകളുണ്ട്. അദ്ദേഹം എഴുതിയത് ഇങ്ങനെയാണ്: വധശിക്ഷ കാത്തു നിൽക്കുന്ന പ്രതികളുടെ റീസെന്റ് ഫോട്ടോകൾ പോലും ജയിൽ അധികൃതരുടെ കൈകളിലില്ല. ഇത്തരമൊരു ഇൻസിഡന്റ് ഉണ്ടായാൽ എങ്ങനെയാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ അവരുടെ ചിത്രങ്ങൾ മാധ്യമങ്ങളുടെ മുന്നിൽ പുറത്തുവിടുന്നത്? പുറത്തുവിട്ട ചിത്രവും പിടിച്ചതിന് ശേഷമുള്ള ഗോവിന്ദജാമിയുടെ ചിത്രവും രാപ്പകൽ അന്തരമുണ്ട്, വ്യത്യാസമുണ്ട്. എന്നാൽ രക്ഷപ്പെടാൻ മാത്രമായിരുന്നില്ല, ഇനിയും കുറ്റകൃത്യങ്ങൾ ചെയ്യാനുള്ള ഒരു ത്വരയായിരുന്നു ഗോവിന്ദജാമിക്ക് ഉണ്ടായിരുന്നത്. അത് സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ കണ്ടതാണ്. തെളിവെടുപ്പിന് കൊണ്ടുവന്ന ഗോവിന്ദജാമി മാധ്യമങ്ങളുടെ മുന്നിൽ കൊഞ്ഞനം കുത്തുന്നത്, മോശമായ ആംഗ്യ ഭാഷകൾ കാണിക്കുന്നത് നാം കണ്ടതാണ്. കേവലം ഇത് മാധ്യമങ്ങളുടെ മുന്നിലല്ല, ജനങ്ങളുടെ മുന്നിൽ മാത്രമല്ല, നീതിയെയും നിയമങ്ങളെയും കാറ്റിൽ പറത്തി കൊഞ്ഞനം കുത്തുകയാണ്. കാരണം ഈ നിയമത്തിന്റെ വളർച്ചയും തളർച്ചയും സുതാര്യതയും അറിയുന്ന ഒരാളായിരിക്കും ഗോവിന്ദജാമി. എനിക്കു പറയാനുള്ളത്, അല്ല ജനങ്ങൾക്കു പറയാനുള്ളത്, ഈ സിസ്റ്റം മാത്രമല്ല, നമ്മുടെ മുഴുവൻ സിസ്റ്റങ്ങളും മാറേണ്ടതുണ്ട്, വ്യത്യാസങ്ങൾ വരേണ്ടതുണ്ട്. ഒരു ഇൻസിഡന്റ് സംഭവിച്ചതിന് ശേഷം മാത്രം ആലോചിക്കുന്ന ഒരു സിസ്റ്റമായി നമ്മുടെ സിസ്റ്റം മാറിക്കൊണ്ടിരിക്കുന്നു. സാർ, നമ്മുടെ സിസ്റ്റം എല്ലാം ട്രോളിന് ഇരയാവുകയാണ്. പുതുതായി വരുന്ന ഗോവിന്ദജാമിയുടെ മൊഴി വളരെ നിർണായകമാണ്. അതായത് ഗോവിന്ദജാമിക്ക് അവിടെ യൂസ് ചെയ്യാൻ മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നു, പൈസ കൊടുത്താൽ തരാൻ ലഹരി കഞ്ചാവ് ഉണ്ടായിരുന്നു. ഇതിൽ നിന്ന് അരിയാഹാരം കഴിക്കുന്ന ഏതൊരു മനുഷ്യനും പറയാൻ സാധിക്കും, ഇതെല്ലാം ചെയ്തത് ആ ഒറ്റക്കയ്യനല്ല, പിന്നെയോ സഹായിക്കാൻ ഒരാൾ ഉണ്ടായിരുന്നു എന്നത് വസ്തുതയാണ്. നമ്മുടെ ഈ പഴഞ്ചൻ സിസ്റ്റം ഒക്കെ ഒന്ന് മാറണം സാർ. ഒരുപാട് അമെൻമെന്റുകൾ ഇനിയും വരാനുണ്ട്. അനാവശ്യമായ എത്രയോ ഭേദഗതി ബില്ലുകൾ നിങ്ങൾ പാസ്സാക്കുമ്പോൾ, അനാവശ്യമായ ചർച്ചകൾ ചെയ്യുമ്പോൾ, ഇത്തരത്തിലുള്ള ഉപകാരപ്രദമാകുന്ന ഇനിയൊരു ഒഫൻസ് കമ്മിറ്റ് ചെയ്യാനുള്ള ഒരു തോന്നൽ ഉണ്ടാവാത്ത വിധത്തിലുള്ള നിയമങ്ങൾ വരുന്നത് വരെ ഈ രാജ്യത്ത് ക്രൈമുകൾ കുറയുകയില്ല. കിണറിൽ ഒളിച്ചിരുന്ന ഗോവിന്ദജാമി ആദ്യം കണ്ട മനുഷ്യനോട് ആക്രോശിച്ചത് കേട്ടതാണ്. ഇതിൽ നിന്ന് ജനങ്ങൾക്ക് ഇനിയും ഭീഷണിയാണ് എന്ന കാര്യത്തിൽ സംശയമില്ലല്ലോ. സഹതടവുകാരോട് പറഞ്ഞത്രേ, ജയിൽ ചാടിയാൽ വെറും 6 മാസം മാത്രമേ പ്രത്യേക തടവുള്ളൂ എന്ന്. ലോ പോയിന്റ് ഒക്കെ ഗോവിന്ദജാമിക്ക് കൃത്യമായി ബോധമുണ്ട്. കുറ്റവാളികളെ കൊണ്ട് ജയിലുകളെല്ലാം നിറഞ്ഞു, പക്ഷെ അതിനനുസരിച്ചുള്ള ജീവനക്കാർ ഇല്ലത്രേ. എന്തൊരു സിസ്റ്റമാണ് നമ്മുടേത്. ഇനിയും മാറണ്ടേ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. എണ്ണയിട്ട യന്ത്രം പോലെ നമ്മുടെ സിസ്റ്റങ്ങൾ വ്യവസ്ഥാപിതമായി അത് മുന്നോട്ട് പോകേണ്ടതുണ്ട്. അങ്ങനെയുള്ള സംവിധാനങ്ങൾ വരണം. എണ്ണയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഇനി പറയാനുള്ളത് ഗോവിന്ദജാമിയോടാണ്. ചാമി, വെളിച്ചെണ്ണയ്ക്കൊക്കെ ഭയങ്കര വിലയാണ്. ഇതൊക്കെ അറിഞ്ഞിട്ടാണോ ചാടിയത്? നിയമം പഠിപ്പിക്കുമ്പോൾ അധ്യാപകർ പറഞ്ഞു തരാറുണ്ട്, ഇത്തരത്തിലുള്ള പണിഷ്മെന്റുകൾ നൽകുന്നത് ഇനിയൊരു ഒഫൻസ് കമ്മിറ്റ് ചെയ്യാതിരിക്കാനുള്ള, ഇനി ആവർത്തിക്കാതിരിക്കാനുള്ള ഒരു പാഠമാണെന്ന്. നിലവിൽ രാജ്യത്തെ നിയമം അനുസരിച്ച്, പണിഷ്മെന്റുകൾ അനുസരിച്ച് ഒഫൻസുകളുടെ എണ്ണം കൂടുന്നതല്ലാതെ കുറയുന്നില്ല. അടുത്തിടെ റിപ്പോർട്ടുകളൊന്ന് പരിശോധിച്ച് നോക്കണം, ഒഫൻസുകളുടെ അല്ലെങ്കിൽ കുറ്റകൃത്യങ്ങളുടെ കണക്ക് കൂടിയോ കുറഞ്ഞോ എന്ന്. ജയിലുകളിൽ സുഭിക്ഷമായ മെനുവും മറ്റ് സംവിധാനങ്ങളും പ്രോത്സാഹനമാണ് എന്ന് തോന്നിയിട്ടുണ്ട് പലപ്പോഴും.
വാട്ടെവർ, മാന്യമായി വിമർശിക്കാനും അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം ഭരണഘടന നൽകുന്നതോടൊപ്പം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആർട്ടിക്കിൾ 19 അനുശാസിക്കുന്ന എല്ലാ അവകാശങ്ങളെയും ചേർത്തുപിടിച്ച് രാജ്യത്തെ ഒരു പൗരന്റെ ഒരു അഭിപ്രായം എന്ന നിലയിൽ, ഒരു അഭ്യർത്ഥന എന്ന നിലയിൽ മാത്രം ഇതിനെ കണ്ടാൽ മതി. താങ്ക് യു.